ഇപ്പോൾ മൊബൈൽ തീരെ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. കാരണം അവർ പഠിക്കേണ്ട കാര്യങ്ങളും അവരറിയേണ്ട കാര്യങ്ങളും അതിലുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു വെക്കേഷൻ ടൈമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അധിക കുട്ടികളും കൂടുതൽ സമയം നമ്മുടെ മൊബൈൽ ഉപയോഗവും സ്ക്രീനിലുള്ള ടൈമിങ് കൂടുതലാണ് എന്നതാണ് പല രക്ഷിതാക്കളും പരാതികളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് അതല്ലേ നമ്മുടെ കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവരോട് നമ്മൾ ചെയ്യണ്ട എന്ന് പറയുമ്പോൾ അത് ചെയ്യാനുള്ള ടെൻഡൻസി അവരിൽ കൂടി വരിക എന്നുള്ളത് സ്വാഭാവികമായ ഒരു സംഭവമാണ്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മളിതിനെ നിയന്ത്രിക്കാൻ കഴിയുക എന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു നിശ്ചിത സമയം നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ ഉപയോഗിക്കുന്നതിന് അനുവദിക്കുകയും അതല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു സംഭവം. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ രാവിലെ നീക്കുന്നു, മൊബൈൽ നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് എപ്പോഴാണോ നമുക്ക് ഫ്രീ കിട്ടുന്നത് ആ സമയത്തും നമ്മൾ മൊബൈൽ നോക്കുന്നു. പിന്നെ കുട്ടികൾ ഇതാണ് കാണുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അധിക സമയവും അവർ കളിയിലും മറ്റും ചെലവഴിക്കുന്നതിലുപരി അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളും ഇത് കാണാൻ വേണ്ടി മാത്രം അവർക്ക് ഇപ്പോൾ പഠനങ്ങൾ കാര്യങ്ങൾ കുറവായത് കൊണ്ട് കൂടുതൽ അവർ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊരു നിശ്ചിത സമയം അനുവദിച്ച് ആ ഒരു സമയത്തിൽ അവരത് കാണുക. അതല്ലാത്ത സമയത്ത് അവർക്ക് എൻഗേജ് ആവാനുള്ള, കളിക്കാനുള്ള, അല്ലെങ്കിൽ അവരും നമ്മളും കളിക്കുന്ന സിറ്റുവേഷനുകളെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. അവർക്ക് എൻജോയ് ചെയ്യാനും അവർക്ക് ആസ്വദിക്കാനുമുള്ള സാഹചര്യങ്ങൾ നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മാത്രമാണ് അവർക്ക് അതിനെ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്കും ഉപയോഗിച്ച് പോകാൻ കഴിയാം. പിന്നെ ഞാൻ മൊബൈൽ കാണുമ്പോൾ അത് എൻ്റെ കുട്ടി വന്ന് നോക്കുന്നുണ്ട് എന്നത് നമുക്കൊരു തെറ്റായിട്ട് കാണാൻ കഴിയില്ല. കാരണം നമ്മളെ മൊബൈൽ അവർക്ക് കാണാനും അതിനനുസരിച്ച് ഉപയോഗിക്കാനും പറ്റുന്ന സിറ്റുവേഷനിലൂടെ നമ്മളെ മൊബൈലിനെ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ കാണുന്ന സമയത്ത് അവർ കാണുക, അതേപോലെ അവർക്കൊരു സമയം വെച്ച് അവർക്ക് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്താൽ തന്നെ അവർ ബാക്കിയുള്ള സമയങ്ങൾ കളിയിലും ബാക്കിയുള്ള കാര്യങ്ങളും എൻജോയ് ചെയ്യുകയും, അതേപോലെ ഇപ്പോൾ മൊബൈൽ തീരെ കൊടുക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ശരിയായ നടപടിയല്ല. കാരണം അവർ പഠിക്കേണ്ട കാര്യങ്ങളും അവരറിയേണ്ട കാര്യങ്ങളും എന്നുള്ളതും അതിനനുസരിച്ച് അവർക്ക് ടൈം കൊടുത്ത് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി അവരെ എൻജോയ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് സന്തോഷത്തിൽ അവർ മൊബൈൽ കാണുകയും അവർ സ്ക്രീൻ ഉപയോഗിക്കുകയും അത് അവർക്കോ നമുക്കോ വേറൊരാൾക്കോ പ്രയാസം വരാത്ത രീതിയിൽ കൊണ്ടുപോകാനും നമുക്ക് കഴിയും. താങ്ക് യു സോ മച്ച്. ഐ എം ഹീലർ മുലൈഖാൻ, സ്മൈൽ ഹീലിംഗ് സെന്റർ.